റാന്നിയിൽ വലിയ പാലത്തിന് മുകളിൽ കയറി പമ്പാ നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ യുവാവിന്റെ ശ്രമം. യുവാവിനെ പോലീസ് എത്തി കീഴ്പ്പെടുത്തി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, എപ്പോഴാണ് ഈ സംഭവം? ആളുകൾ നോക്കി നിൽക്കുകയാണോ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്? ആരാണ് ഇയാൾ? എന്താണ് പ്രകോപനം? മാധു, റാന്നി വലിയ പാലത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് യുവാവിന്റെ ഒരു പരാക്രമം നടന്നത്. ഈ കാണുന്ന ആ കെട്ടിലേക്ക്, പാലത്തിന്റെ കെട്ടിൽ കയറി ഇരിക്കുകയായിരുന്നു. ഏറെ നേരം ഈ യുവാവ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതുവഴി പോകുന്ന നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് ആദ്യം കാര്യം മനസ്സിലായിരുന്നില്ല. ഒരു യുവാവ് ഇങ്ങനെ ഈ ഭാഗത്ത് പമ്പാ നദിയിലേക്ക് ചാടും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അയാൾ അങ്ങനെ ഉച്ചത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കാണാം, ദൃശ്യത്തിൽ കാണാം, പമ്പാ നദി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ആ സമയത്താണ് നദിയിലേക്ക് ചാടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവ് ഈ പാലത്തിന്റെ കെട്ടിൽ ഇരുന്നത്. അങ്ങനെ നാട്ടുകാർ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു. ഇപ്പോൾ അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് പോലീസിന്റെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് റാന്നിയിൽ. ഈ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്തി. അവർ വന്നപ്പോഴും യുവാവ് ഈ കെട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ചാടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പോലീസ് ഏറെ നേരം യുവാവുമായി സംസാരിച്ചു. എന്താണ് പ്രശ്നം, പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പോലീസ് ആദ്യം ധൈര്യപ്പെട്ടില്ല. കാരണം ഒരു നിമിഷം മതി ആറ്റിലേക്ക് ചാടാൻ. നമുക്കറിയാം, കാണുന്ന വളരെ ഒഴുക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. പമ്പാ നദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പോലീസ് വളരെ സംയമനം പാലിച്ചു. ഏറെ നേരം ഈ യുവാവുമായി സംസാരിച്ചു പോലീസ്. അപ്പോഴൊന്നും ഇയാൾ വഴങ്ങാൻ തയ്യാറായില്ല. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് ചെന്ന് കാര്യം പറയുന്ന രീതിയിൽ സംസാരിച്ച് വളരെ പെട്ടെന്ന് ഇയാളെ പിടിച്ച് താഴേക്ക് ഇടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു? കണ്ടിരുന്നു. ഇവിടെ കയറി ഇരിക്കുകയായിരുന്നു. നാട്ടിൽ ചാടുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയത്. കുറെ നേരം ഇയാൾ ഭീഷണിപ്പെടുത്തി അല്ലേ? കുറെ നേരം ഇരുന്നു. ചാടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാർ വന്ന് പിന്നെ അനുനയത്തിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. വേറെ എന്താ കാര്യമൊന്നും നമുക്ക് അറിയില്ല. നദിയിലൊക്കെ നിറഞ്ഞ് വെള്ളം കവിഞ്ഞ് ഒഴുകുന്ന സ്ഥലം തീർച്ചയായും ഭയങ്കര ആഴമല്ലേ. അത് കലക്ക വെള്ളം ഇതുപോലെ വരുമ്പം വലിയൊരു സംഗതിയായിരുന്നു. ഏതായാലും മാധു, യുവാവിനെ ഇപ്പോൾ പോലീസ് എത്തി ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഇപ്പോൾ റാന്നി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. മാധു, യെസ്, പമ്പാ നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് യുവാവ് നടത്തിയത്. പോലീസ് വളരെ പണിപ്പെട്ടാണ് യുവാവിനെ കീഴടക്കിയത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകിയത്.